Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാളുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തേർഡ് സെമസ്റ്റർ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ M.Com ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഏപ്രിൽ 2024, M.Com ഇൻ്റർനാഷണൽ ബിസിനസ് 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. പാർട്ട് എയിൽ 7 ചോദ്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, 4 എണ്ണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തായാലും ലഭിക്കും, 3 എണ്ണം ചിലപ്പോൾ മാറ്റിയിടുന്നുള്ളത്. സോ ഇവിടെ ആദ്യം BOP ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജോയിൻറ്റ് വെഞ്ചർ ഈസിയാണ്. ദെൻ മൾട്ടിലാറ്ററിസം എന്താണ്, മറ്റൊരു ചോദ്യം റിപ്പീറ്റ് അല്ല. ദെൻ ഫ്രീ ട്രേഡ് ഷുവറായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ഡിഫൈൻ ദി ടൈം ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ, വേർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ, എക്കണോമിക് ഇൻറ്റഗ്രേഷൻ, ഇതൊക്കെ മാറി മാറി വരുന്ന സംഭവങ്ങളാണ്. പിന്നെ സോട്ട് അനാലിസിസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് പ്രതീക്ഷിച്ചാണ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം അല്ലേ, റിപ്പീറ്റ് ആയിട്ടുള്ള 4 എണ്ണം. ഇപ്പോൾ BOP എഴുതാം, സോട്ട് അനാലിസിസ് എഴുതാം, ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് റിപ്പീറ്റ് ആണ്, ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ റിപ്പീറ്റ് ഞാൻ പറഞ്ഞാണ്. ഒരു 4 എണ്ണം കിട്ടാൻ അതുകൊണ്ട് തന്നെ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 4 എണ്ണം അവിടെയും കിട്ടാൻ എളുപ്പമാണ്. ആദ്യത്തെ ചോദ്യം ഞാൻ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞാണ്. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് MNCയുടെ ഫീച്ചേഴ്സ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, വൈ ഡു ഇന്ത്യൻ കമ്പനീസ് എൻഗേജ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബേസിക്സ് ആണ്. ദെൻ ഡിഫറൻഷിയേറ്റ് GATT ആൻഡ് WTO റിലേറ്റ് ചെയ്തുള്ള ചോദ്യം നമ്മൾ എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മേക്സ് നോട്ട് ഓൺ ട്രിംസ്. ട്രിംസ് ഇതൊക്കെ റിലേറ്റഡ് ആണ്, നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, സ്റ്റേറ്റ് ദി റിലവൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഞാൻ SAക്കോ 3 വെയിറ്റേജിനോ മാറി മാറി വരാറുണ്ടെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതും വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, എന്യൂമറേറ്റ് ദി ഇഷ്യൂസ് ഇൻ ടെക്നോളജി ട്രാൻസ്ഫർ. നമ്മളത് പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ റൈറ്റ് ഡൗൺ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇമ്പാക്ട് ദി ലൊക്കേഷൻ ഓഫ് ദി കമ്പനി. അതും ഈസിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ബിയും എന്താണ് പറയുക, കംഫർട്ടബിൾ ആണ് 4 എണ്ണം കിട്ടാൻ. പല കുട്ടികളും പറയുന്നു, പക്ഷെ പാർട്ട് ബി പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് ആയിട്ടില്ല. ഒരു മീഡിയം എളുപ്പം മാത്രമാണ് പാർട്ട് ബിയിൽ ഉണ്ടായിരുന്നുള്ളൂ. SA എല്ലാവർക്കും ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 4 SAയിൽ 3 എണ്ണം ഡിറക്റ്റും 1 എണ്ണം ഇൻഡിറക്റ്റ് മോഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ, എക്സാമിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് FDI ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്. FDI ഷുവറായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഞാൻ SAക്ക്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി, അസസ് ദി റോൾ ഓഫ് IMF ഇൻ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി. IMF ഷുവറാണ്, എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IMFും അതുപോലെ തന്നെ WTOയും ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ്, തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഞാൻ ഷുവറായിട്ടും പ്രതീക്ഷിച്ചൊരു ക്വസ്റ്റ്യനാണ്, അത് വന്നിട്ടുണ്ട്. ഞാൻ പാർട്ട് ബിയിലോ ചിലപ്പോൾ സിയിലോ ഷുവറായിട്ട് പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്, അത് വന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, ഇൻക്രീസ്ഡ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ലീഡ് ടു ആൻ ഇംബാലൻസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, സ്റ്റേറ്റ് ഇറ്റ്സ് റീസൺസ് ആൻഡ് റെമഡീസ്. BOP ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനും വന്നു, SAക്ക് വന്നു. അതും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 SAയും ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് 2 പ്രോബ്ലം പേപ്പേഴ്സാണ് വരുന്നത്, മാനേജ്മെൻറ്റ് സയൻസ് പിന്നെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഈ 2 എണ്ണത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ
ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങൾ, ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.